അസ്സലാമു അലൈക്കും. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് വിസർത്ത് കുളിച്ച് കാണുകയാണ് നിങ്ങൾ ആദ്യമായിട്ടുള്ള വീഡിയോയില്. പിന്നെ ഭയങ്കര പണിയിലിരുന്നു. പിന്നെ വേറെ നമ്മുടെ കയ്യിലാണ് പാത്രങ്ങളും ചെമ്പും ഇതൊക്കെയാണ്, വേറെ ഒന്നല്ല. ഇന്ന് റജബ് 23 ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. റജബ് 24 എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഏകദേശം മനസ്സിലാവും. നമ്മളെ ജെസ്സി നമ്മളെ വിട്ട് പിരിഞ്ഞിട്ട്, എൻ്റെ ജെസ്സി നമ്മളെ വിട്ട് പിരിഞ്ഞിട്ട് നാളേക്ക് 2 വർഷമാണ്. അപ്പോൾ നാളെ മൗലൂദും കാര്യങ്ങളും അവൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ നാളെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഓട്ടപ്പാച്ചെല്ലാണ്. പന്തലേര് വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിയ ഞാൻ കൊല്ലത്തിലൊരു വട്ടം നമ്മൾ മൗലൂദ് കഴിക്കുക, നല്ല രീതിയിൽ കഴിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുള്ള ആളാണ്. ഞാൻ അത് ചെയ്യലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വെത്തപ്പാടിലാണ് ഇവിടെ പെര ക്ലീൻ ചെയ്യൽ, അതുപോലെ പന്തലേര് മറ്റേ അങ്ങനെ ഒരു പിന്നെ ഭക്ഷണത്തിലൊക്കെ ഞാൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ആ വസന്തം അണഞ്ഞിട്ട് ഇന്നേക്ക് 2 വർഷം. ഒരുപാട് വിഷമമുണ്ട്. എന്നാലും അള്ളാൻ്റെ കലാണെന്ന് നമ്മൾ മനസ്സിൽ കരുതിയിട്ട് അവൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു ഫാത്തിഹ ഓതിയിട്ട് ഈ വീഡിയോ അവൾക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതിയിട്ട് ഈ വീഡിയോ കാണുക. കാരണം ആരെ പ്രാർത്ഥനയാണ് പഠിച്ചോൻ സ്വീകരിക്കാന്ന് അറിയില്ല. എന്തായാലും എനിക്കൊരു ഉറപ്പുള്ള ഒരു കാര്യമുണ്ട്, അവൾ ഷഹീദായിട്ടാണ് മരണപ്പെട്ടത്. ക്യാൻസർ ബാധിച്ച് ഒരുപാട് വേദനകൾ സഹിച്ച് ബുദ്ധിമുട്ട് സഹിച്ച് ഈ ദുനിയാവിനോട് വിട പറഞ്ഞിട്ടുള്ളത്. എന്തായാലും പഠിച്ചോളെ കപടം വിശാലമായിക്കോട്ടെ കൊടുക്കട്ടെ, സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. നിങ്ങളെല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തിയ. അപ്പോൾ അവൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാട് ഇനിയും കിടക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഭാഗങ്ങളാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ആയിട്ടുണ്ടാവും നമ്മളെ കണ്ടിട്ട്. എന്തായാലും വീഡിയോ ഫുള്ളായി കാണി. നമ്മളെ കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. അപ്പോൾ എല്ലാവരോടും മെസ്സേജ് അയച്ചിട്ട് നമുക്ക് അറിയിക്കാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. എല്ലാവരും ഒരു ഫാത്തിഹ അവൾക്ക് വേണ്ടിയിട്ട് ഓതിയ, നിങ്ങൾക്ക് ഓതാൻ പറ്റുന്നത് ദുആ ചെയ്യണൊക്കെ അവൾക്ക് വേണ്ടി ചെയ്യുക. പഠിച്ചോൻ എല്ലാം സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വെള്ളം നിറച്ചോ? വെള്ളം നിറച്ചൊക്കെയാണ്, കാരണം നാളെ വെള്ളമില്ലല്ലേ. അപ്പം നമ്മളുടെ ജലനിധി വെള്ളം ഫിൽട്ടർ ചെയ്തിട്ടാണ് നമ്മൾ കുടങ്ങളിലാക്കി വെക്കേണ്ടത്. ഫുള്ള് അലമ്പായി കിടക്കണമെന്നല്ല കേട്ടോ, ഫുള്ള് ക്ലീൻ ആക്കിയാണ്. ക്ലീൻ ആക്കലാറ്റി ഇവിടെ ഉണ്ട്. തസ്ലിയ കഴിഞ്ഞാ? തസ്ലി ഫുള്ള് ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. ഒരുവിധം റൂമുകളും മതി കഴുകിക്കോട്ടോളെ. ഓള് ചെയ്യട്ടെ, എന്തായാലും ഓള് ചെയ്യാൻ നിന്നതല്ലേ. അതുപോലെ ഇനി പുറത്ത് നോക്കിക്കോട്ടിന്. പുറത്ത് അത് പായ കെട്ടിക്കാൻ നമുക്ക് മോല് തോതാനും ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള ഗ്യാപ്പാണ് സെറ്റില്. ഇവിടെ അങ്ങനെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ്. ഇനി കസാലിൻ ടേബിളൊക്കെ ഇറക്കാണ്ട്. ഇനി അങ്ങനെ ആരും നടക്കണു? ഉഷാറായി നടക്കണല്ലേ? ഏകദേശം കഴിഞ്ഞോ? ഒക്കെ ഇനി ക്ലീൻ ആയിക്കൊണ്ടിരിക്കണ്ടോ? അതാണ് ഇങ്ങനെ അലമ്പായി കിടക്കണത്തില്. ഏതാണ്ടിട്ട് ഉമ്മച്ച വെള്ളം കലക്കിക്ക പണിക്കാർക്കുള്ള അത് 2 ഗ്ലാസും കൂടി തരുന്ന. ഒക്കെ ക്ലീൻ ആക്കി വെച്ചോണ്ടിരിക്കുകയാണ്. അതാണ് ഇങ്ങനെ അലമ്പായി കിടക്കണത്. ഇത് ക്ലീൻ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും സെറ്റപ്പ് ആയിട്ടില്ല അമ്മ. നിശ്ചിത പെരുന്നാളെ പോയതാണ് കേട്ടോ. പിന്നെ അയറക്കുട്ടിയാണെങ്കിൽ സ്കൂളിലും പോയി. ഒരു കുറച്ച് കഴിഞ്ഞപ്പത്തിനെത്തും. അപ്പോൾ പിന്നെ മുർഷിയുടെ പൊതുവെ വീഡിയോയിൽ വരവ് കുറവല്ലേ, എല്ലാവരും ചോദിക്കും തീർച്ചയായിട്ടും. അയറാണ് ആ വീഡിയോൻ്റെ ആള്, എപ്പോഴും വീഡിയോയിൽ വരുന്നത് ഇഷ്ടമുള്ളത്. നല്ല ക്യാമറയും പിടിച്ച് നടക്കുന്ന പറയാം ആൾക്കാർ അല്ലേ. ഞാനും വീഡിയോ എടുക്കണേ. ഞാൻ അങ്ങോട്ട് ഇടാ, ടാങ്കി ഇങ്ങോട്ട് കാട്ടി ഇങ്ങോട്ട് തരി. ഞാൻ ചെയ്തോണ്ട് കറി തന്നെ. മക്കളെ എന്നോട് മാറാലട്ടാൻ പറഞ്ഞതാ, ഞാൻ തട്ടി, അത്രേ ഉള്ളു. എന്റെ ആരോഗ്യം ഉപയോഗിച്ചു, അത്രേ ഉള്ളു ഞാൻ ചെയ്തത്. തെറ്റാ തസ്ലിയ? എന്നിട്ട് പണി തന്നു. ഇനി മാറാമ്പല് ചൂലോണ്ട് അടിക്കുക. ഞാൻ എന്നോട് പറഞ്ഞു മാറാമ്പലിട്ട് ഞാൻ തട്ടി. എനിക്ക് ഇത്ര ആരോഗ്യം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഈ സാധനം മേടിച്ചാൻ പോയിക്കായിരുന്നു, കുറച്ച് സാധനം. ബാക്കിയൊക്കെ ഫുഡ് ഏൽപ്പിച്ചിരിക്കുകയാണ്. കുറച്ച് ഒന്നുമില്ല, നമ്മളവിടെ 4 പുറം കുറച്ച് കുടുംബക്കാരും മാത്രം വിളിച്ചിട്ട് 2 ഉസ്താദന്മാരും വിളിച്ചിട്ട് ഓതിയാണ്. പിന്നെ നിങ്ങളൊക്കെ അവൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന അറിയാം. എന്നാലും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ വേറെ ദുനിയാവിൽ ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ട്. ആഖിറയിലും നന്നായി കൊടുക്കട്ടെ പഠിച്ചോന്, നന്നാവും എന്നറിയാം. എന്നാലും
നന്നാവട്ടെ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം, കാരണം ദുആ ചെയ്യണം. കാരണം ഇവിടുന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടുന്ന് ആഹിറം വെളിച്ചമായി കൊടുക്കട്ടെ. ആമീൻ. ഇവിടെ ഇത് മതി, ഇത്ര സൗകര്യം മതി. കുറച്ച് ആൾക്കാരെന്നുള്ളല്ലോ, 8 സ്റ്റൂളും മതിയാവും. ഇപ്പോൾ കണ്ടില്ല ഗൈസ്, ഒക്കെ ക്ലിയറാക്കി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്ര നേരം തട്ടിക്കൊട്ടലും ഇതൊക്കെ കഴിഞ്ഞ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഉടക്കായിരുന്നു കഴിഞ്ഞാ? ഇനി എത്ര ഫാൻഡ് ബാക്കി? അസലേതെന്താ നനച്ചുള്ളി പണിയാ? നനച്ചുള്ളിയും പരിപാടിയും കൂടി ഒപ്പം വന്നപ്പോ ഒപ്പായില്ലേ? എന്തായാലും നന്നായി. അതെന്തായാലും നന്നായി. ഇതില് വെള്ളം നിറച്ചോ? എന്താ വർത്താനം നിങ്ങളെ? അന്നെ സഹായിക്കാന്ന് പറഞ്ഞതാ? ഉമ്മമ്മ ഓളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു, ഓളെ സഹായിക്കാന്ന് പറഞ്ഞു. നിങ്ങള് അടിച്ചോരി തുടക്കാൻ കൂടെ പറഞ്ഞോ തസ്ലിനോട്? ഉമ്മമ്മ പറയ നിങ്ങള് ചെയ്യാന്നാ പറയണത്. ഞങ്ങള് ചെയ്യും. നാളെ നമ്മളെ ജെസ്സിയുടെ മൗലൂദാണ്. 2 കൊല്ലായി. എത്ര പെട്ടെന്ന് കഴിഞ്ഞില്ലേ? പിന്നെ എന്താ അങ്ങനെ ആലോചിച്ചത്? എന്താ ചെയ്യണത്? പഠിച്ചവനോട് നമ്മള് പറയാം. നിങ്ങള് തോരക്കലുണ്ടല്ലോ എന്നും, അത് കിട്ടും ഇൻഷാ അല്ലാഹ്. പിന്നെ വിശക്കണുണ്ടോ? ചോറ് കഴിക്കാനായോ? വിശക്കണുണ്ടോ? ചോറ് കഴിച്ച നമ്മക്ക് ഉപ്പാണി പോലെ എടുത്തോളൂ. ചോറ് നമ്മക്ക് തിന്നാ. ചോറ് നമ്മക്ക് പോയിട്ട് 2 കൂടി തിന്നാ. ഇതൊക്കെ വെള്ളം നിറച്ചിരിക്കാം. നാളെ വെള്ളമില്ലാത്ത ദിവസമാവണ്ടേ. 3:40 ഇപ്പോഴാണ് ഇനി ഫുഡ് കഴിക്കണം കേട്ടോ. നല്ല പണി ഉണ്ടാവും ഗൈസ്. നമ്മൾ അയറക്കുട്ടി മെഡൽ കൊണ്ട് വന്നപ്പോ ഇതെന്തിനാ പറയേ? പരീക്ഷക്ക് സെക്കൻഡ്. ഫസ്റ്റ് അല്ല, ഫസ്റ്റിന് അടി പൊട്ടത്തിയ മെഡൽ കിട്ടിയൊക്കെ. 98 മാർക്കാണ് കിട്ടിയില്ലേ? മാഷാ അല്ലാഹ്. അത് കാണിച്ചു, സാധനം കാണിച്ചോട്ടെ. ചായ അടിച്ചോ പോയിട്ട്? എൻ്റെ വക എനിക്ക് ചായ എന്ന് ജയിച്ചതിന്. അയറക്ക് 3 മെഡൽ ആയിക്കണം ടോട്ടല്. പക്ഷെ മൊമൻറ്റോയിൽ ഇന്നെ തോൽപ്പിച്ചായിട്ടില്ല. അപ്പം ഞങ്ങൾ തമ്മിലാണ് മത്സരം അല്ലേ? മാഷാ അല്ലാഹ് നിലനിർത്തി തരട്ടെ. ആമീൻ. എന്നാ പോയിക്കോട്ടെ. അതെന്തിനാ നമ്മൾ 12 കണക്കറിയോ? നാളെ സ്കൂൾക്ക് പോകണ്ട കേട്ടോ. നാളെ പോകണ്ടല്ലേ? നാളെ എന്താ നിനക്കറിയോ? എന്താണ്? ആരെ? മാമിയുടെ മൗലൂദ്. അപ്പൊ നാളെ പോകണ്ട കേട്ടോ. ലീവ് കൊടുത്തട്ടോ മക്കളെ. നമ്മള് അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറെ കഴിഞ്ഞ് പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, ഓരോ തിരക്കിലായി. പിന്നെ ഇതാ കടിക്ക് ഇറങ്ങി. കടിയിൽ ഒരുപാട് ഓർഡർ എടുക്കാനുണ്ട്. പിന്നെ അപ്പം ഇന്നിപ്പോൾ ഉള്ളതൊക്കെ വിട്ടിട്ടുണ്ട്, ഇനി വിടാണ്ട് ഓർഡർ എടുക്കാനുണ്ട്. പക്ഷേ ഇതിൻ്റെ അടിയത്തെ തിരക്ക് കാരണം അല്ലേ ഇന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല. തസ്ലിയൊക്കെ ആകെ ക്ഷീണിതനായി. പാവം. എന്തായാലും വേണ്ടില്ല, പഠിച്ചോളുള്ള കബറിടം വിശാലമായി കൊടുക്കട്ടെ. ആമീൻ. സ്വർഗ്ഗ പൂന്തോപ്പായി കൊടുക്കട്ടെ. ആമീൻ. കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ദുനിയാവിൽ. പിന്നെ അത് മാത്രല്ല, പിന്നെ നാളത്തെ നാളെ വരാൻ പറഞ്ഞത്, നാളെ രാവിലെ വരും. പിന്നെ തസ്ലിയുടെ അമ്മ വരുന്നുണ്ട്, ഫാമിലി എല്ലാവരും വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ ഇവിടെ 4 പേർ അധികമൊന്നുമില്ല, കുറവാണ്. എന്നാലും നമ്മളെ മരത്തെ സ്ഥലമല്ല, അതുകൊണ്ട് നമ്മള് പായും കാര്യങ്ങളും. പിന്നെ എന്തായാലും പഠിച്ചോണ്ടൊക്കെ അവൾക്ക് ഇതൊക്കെ ചെയ്യണ നല്ല സൽക്രമങ്ങളൊക്കെ പഠിച്ചോ സ്വീകരിക്കട്ടെ. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തി അവൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ അത്രമേൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങൾ. ഞങ്ങൾ പറയാതെ തന്നെ അല്ലേ അവർ ചെയ്യും. പക്ഷെ എങ്കിലും ഞങ്ങൾ പറയാണ്, ഞങ്ങൾ മാക്സിമം ഞങ്ങൾ 2 ആൾ അവൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തിയ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തിയാണ്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.